അതൊക്കെ. പിന്നെ ഹാരിസ് ചെറുവിന്റെ വീണ്ടും ചോദ്യം, ജിന്നിനോടൊപ്പം കാറ്റിനെയും സുലൈമാൻ നബിക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തില്ലേ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൽ അഭൗതികത ഇല്ലെങ്കിൽ കാറ്റിന്റെ കഴിവിൽപ്പെട്ടതാണല്ലോ അതിവേഗത്തിൽ വീശുക എന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റിനോട് എന്നെ ഒന്ന് ഷാർജയിൽ എത്തിച്ചേരണമെന്ന് തേടാമോ? ആരാ തേടാന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ ജിന്നിന് സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തത് കൊണ്ട് നമുക്ക് ജിന്നിനോട് സഹായം തേടാൻ ആരാണ് ഹാരിസ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ദൂരത്തുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ടുവരാനും മറ്റും ജിന്നിന് പ്രകൃത്യാ കഴിവുണ്ടെന്ന് സുലൈമാൻ നബിയുടെ നിന്ന് മനസ്സിലാവും. പക്ഷെ കീഴ്പ്പെടുത്തി കൊടുത്ത ആർക്കും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടമുള്ള ചെയ്യിക്കാൻ ആർക്കും സാധിക്കില്ല. ഇതെല്ലാം ഊഹത്തിന്റെ ചോദ്യങ്ങളാണ്. ഊഹം പറ്റൂല എന്ന് പറയും ചെയ്യാം, ഊഹിച്ചിട്ട് ചോദ്യം ഉണ്ടാക്കുകയും ചെയ്യാം. അതിൽ ശിർക്കില്ലേ? പാസ്പോർട്ടും വിസയും ഒന്നും ആവശ്യമില്ലല്ലോ. ഇതെല്ലാം സലാം സുല്ലമി ശവാബിൽ എഴുതിയതാണ്. അത് എൻ്റെ സഹോദരൻ എടുത്തെടുത്താണ്. വിജനമായ സ്ഥലത്ത് നിന്ന് ജിന്നിനോടും മലക്കിനോടും തമ്മിൽ അബൗദികത ഇല്ലെങ്കിൽ ശിർക്കല്ലെങ്കിൽ തേടുന്നതിൽ എന്താണ് കുഴപ്പം? അങ്ങനെ ഒരാൾ തേടിയാൽ ഇങ്ങനെ എപ്പോഴും തേടാന്നെന്തേ പറഞ്ഞ ആ ഒരു പ്രശ്നത്തിൽ യാ ഇബാദല്ലാ അയ്നൂനി എന്ന ആ വാക്ക് പറയാൻ മാത്രമാണ്, അല്ലാതെ എന്തും ചോദിക്കാന്ന് എപ്പോഴും പറയാന്നല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കല്ല ചെയ്തത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇമാം അഹമ്മദ് ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. സഹിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഹജ്ജിന് പോയപ്പോൾ വഴിതെറ്റി. 5 ഹജ്ജിന് പോയിട്ട് അദ്ദേഹം ഒരിക്കൽ വഴിതെറ്റി. അപ്പൊ അദ്ദേഹം യാ ഇബാദല്ലാ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു കിട്ടി. ഇമാം അഹമ്മദ് മുശ്രിക്കായോ? എന്തായി പറയണത്? ഇമാം നവവി ഇത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, എന്റെ ഉസ്താദുമാർ പലരും അത് ചെയ്തിട്ടുണ്ട്, അവർ മുശ്രിക്കാവോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ അത് സ്വഹീഹാണെന്ന് വിചാരിച്ചാൽ പോലും ശിർക്കില്ല അതിൽ. ഇപ്പൊ ഒരു ഹദീസ് ലഈഫാണെന്നും മനസ്സിലാകാത്ത ഒരാൾ സ്വഹീഹാണെന്ന് വിചാരിച്ച് അതിന് അമൽ ചെയ്താലും തർക്കത്തിലുള്ള ഇസ്തിഗാസ അത് ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ അതിന് അമൽ ചെയ്തത്. ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് സ്വഹീഹായ പരമ്പരയോടെ വന്ന സംഭവം അത്. അപ്പൊ അതൊക്കെ നമ്മൾ ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെയേറെ ചിന്തിക്കണം. അതുകൊണ്ട് അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. മരുഭൂമിയുള്ള മലയാളി മലയാളത്തിൽ തേടിയാലും കന്നഡക്കാരൻ കന്നഡയിൽ ആരവിടെ തേടണം? ഇതൊക്കെ ഉണ്ടാക്കുകയാണ് വരുത്. തമിഴിൽ തേടിയാലും സായിപ്പ് ഇംഗ്ലീഷിൽ തേടിയാലും തൊട്ടടുത്തുള്ള ജിന്ന് കേട്ട് സഹായിക്കുമോ? അങ്ങനെ തേടണം എന്ന് ആരാ പറഞ്ഞു? തേടുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥിക്കാന്ന് അർത്ഥം അല്ലെ? തേട്ടം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? പ്രാർത്ഥന. എപ്പോഴാ പ്രാർത്ഥനയാകുന്നത്? അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും മനസ്സിലുണ്ടാവുമ്പോൾ അപ്പോഴല്ലേ പ്രാർത്ഥനയാണ്. എന്താണ് ആ വിനയത്തിന്റെ താഴ്മയുടെയും രൂപം? എന്താ? ഞാൻ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എൻ്റെ വിളി കേൾക്കും, അത് കേൾക്കാൻ സാധിക്കും, ഉത്തരം ചെയ്യാൻ സാധിക്കും എന്ന ഒരു അഭൗതികമായ വിശ്വാസം തേടപ്പെടുന്നതിനെ പറ്റുന്നതാണ്. അപ്പോഴേ പ്രാർത്ഥനയാകുള്ളൂ. ഇവിടെ ഉച്ചത്തിൽ വിളിച്ചിട്ട് ഒച്ച കേൾക്കുന്നിടത്ത് വണ്ടിയേരിയോ എന്ന് പറയുന്ന മാതിരത്തിൽ വർത്താനാണ്. അതിൽ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ശിർക്കില്ല എന്ന് പറഞ്ഞത്. ഒരു പ്രാർത്ഥനയാകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിൽ, ഇപ്പൊ പ്രാർത്ഥന കേൾക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കണോണ്ട് ഒച്ച കേൾക്കാൻ കഴിയൂല എന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ജിന്നെ രക്ഷിക്കണേ എന്നാൽ ജിന്ന് കേൾക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളെ മനസ്സിലുള്ള അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ ആർക്കേ മനസ്സിലാവുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. കാര്യകാരണ ബന്ധങ്ങൾക്കുപരിയായി നമ്മളെ മനസ്സിലുള്ളത് വായിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് ജിന്നിനോ മലക്കിനോ സാധിക്കുമെന്ന് വിചാരിച്ചാൽ ശിർക്കായി. അതാണ് പ്രാർത്ഥന കേൾക്കൂല, കേട്ടാലും ഉത്തരം ചെയ്യൂല എന്ന് പറഞ്ഞ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ തേടണമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല.